അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയാൽ കിട്ടുന്ന 50 പ്രത്യേകതകൾ ചുരുക്കി ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. സ്വലാത്തിൻ്റെ 50 പ്രത്യേക ഫലങ്ങൾ. 1. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. അതുപോലെ നബി തങ്ങളുടെ ശുപാർശ ലഭിക്കാൻ കാരണമാകുന്നു. ഒരു സ്വലാത്തിന് 10 പ്രതിഫലം ലഭിക്കുന്നു, അഥവാ 10 തെറ്റുകൾ മായ്ക്കപ്പെടുന്നു. അതുപോലെ 10 പദവികൾ ഉയർത്തപ്പെടുന്നു. അതുപോലെ ദുആ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നു. പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അതുപോലെ ദുഃഖങ്ങൾ പ്രയാസങ്ങളും നീങ്ങുന്നു. വിഷമങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു. അതുപോലെ അന്ത്യനാളിൽ നബി തങ്ങളോട് ഏറ്റവും അടുത്തവരായിരിക്കും. അതുപോലെ ദാരിദ്ര്യം അകറ്റുന്നു. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ മനസ്സിൽ പ്രകാശം വർദ്ധിക്കുന്നു. ഭയത്തിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നു. അതുപോലെ നബി തങ്ങളുടെ അടുക്കൽ നമ്മുടെ സ്വലാത്ത് സമർപ്പിക്കപ്പെടുന്നു. അതുപോലെ ഓർമ്മശക്തി വർദ്ധിക്കുന്നു. മരണം എളുപ്പത്തിലാകുന്നു. അതുപോലെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നു. മീസാനിലെ തിന്മകൾ തൂക്കുന്ന തുലാസ് നന്മയുടെ ഭാരം വർദ്ധിക്കുന്നു. അതുപോലെ സിറാത്തുൽ മുസ്തഖീം പാലം കടന്നു പോകാൻ വെളിച്ചം ലഭിക്കുന്നു. സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നു. റഹ്മത്ത് അഥവാ കാരുണ്യം ലഭിക്കുന്നു. നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും പ്രശംസ ലഭിക്കുന്നു. അതുപോലെ സദസ്സുകൾ മണമുള്ളതാക്കുന്നു. അതുപോലെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നു. മനസ്സമാധാനം ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നു. ഭാരം കുറയ്ക്കുന്നു. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. സത്യസന്ധത ലഭിക്കുന്നു. ആയുസ്സിൽ ബർക്കത്ത് അനുഗ്രഹം ലഭിക്കുന്നു. ഈമാൻ വിശ്വാസം പൂർണ്ണമാകുന്നു. അതുപോലെ നബി തങ്ങളുടെ ഔദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ അവസരം ലഭിക്കുന്നു. അതുപോലെ സ്വലാത്തു ചൊല്ലുന്നവരുടെ പേര് എഴുതി വെക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കുന്നു. അതുപോലെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നു. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാക്കുന്നു. ശത്രുക്കളുടെ ശല്യം ഒഴിവാക്കുന്നു. അതുപോലെ മനസ്സിൽ നന്മ വർദ്ധിക്കുന്നു. ഉറക്കത്തിൽ നബി തങ്ങളെ കാണാൻ അവസരം ലഭിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ വിജയമുണ്ടാക്കുന്നു. മലാഹിക്കന്മാരുടെ മലക്കുകൾ അഥവാ ദുആ ലഭിക്കുന്നു. സംസാരത്തിന് നല്ല ഫലം ലഭിക്കുന്നു. അതുപോലെ മനസ്സമാധാനപരമായ മരണം ലഭിക്കുന്നു. പ്രയാസങ്ങളിൽ സഹായം ലഭിക്കുന്നു. അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും കാരണമാകുന്ന ഈ പ്രത്യേകതകളെക്കുറിച്ച് ഇനിയും ഒരുപാട് സവിശേഷതകൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അതുപോലെ മുത്തുനബിയോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി നമ്മൾ നബിയോട് അടുക്കണം. അടുത്ത് ആ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി നമ്മൾ രാത്രി കിടക്കാൻ നേരവും ഒരുപാട് സ്വലാത്ത് ചൊല്ലി വദൂഹോട് കൂടി കിടന്ന് അവസാനം മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.